Good morning. നമുക്ക് നെക്സ്റ്റ് ഇനി എടുക്കാനുള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് പേപ്പേഴ്സ് ഓർ ഓഡിറ്റ് ഫയൽസ്. പ്രധാനമായിട്ട് രണ്ട് രീതിയിലാണ് ഓഡിറ്റ് പേപ്പേഴ്സ് ഉള്ളത്. ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു, ദാറ്റ് ഈസ് പെർമനൻറ്റ് ഫയൽ ആൻഡ് ആനുവൽ ഫയൽ ഓർ കറൻറ്റ് ഫയൽ. പെർമനൻറ്റ് ഫയൽ, ആനുവൽ ഫയൽ ഓർ കറൻറ്റ് ഫയൽ. എന്താണ് പെർമനൻറ്റ് ഫയൽ എന്നത്? വാട്ട് യു മീൻ ബൈ പെർമനൻറ്റ് ഫയൽ? പെർമനൻറ്റ് ഫയൽ മീൻസ് പെർമനൻറ്റ് ഓഡിറ്റ് ഫയൽ ഓഫ് ദ ക്ലയൻറ്റ്. ക്ലയൻറ്റിൻ്റെ കയ്യിലുള്ള പെർമനൻ്റ് ആയിട്ടുള്ള ഓഡിറ്റ് ഫയലിനെയാണ് പെർമനൻറ്റ് ഫയൽ എന്ന് പറയുന്നത്. ഇറ്റ് ഗീവ്സ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് പ്രീവിയസ് ഓഡിറ്റ് ഓഫ് ദ ക്ലയൻറ്റ്. ക്ലയൻറ്റിന് ഒരു ബ്രീഫ് ഹിസ്റ്ററി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇയർ ബൈ ഇയർ ആയിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ ഓഡിറ്റും പെർമനൻറ്റ് ഫയലാണ്. ഇറ്റ് കണ്ടെയ്ൻസ് എ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് മെമ്മോറാണ്ടം, ആർട്ടിക്കിൾസ് of association and provision regarding issues of debentures and a copy of its long-term service agreement, etc. These purposes supplement valuable information for current and future audit. നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള ഓഡിറ്റിനും ഫ്യൂച്ചർ ഓഡിറ്റിനും വേണ്ടിയിട്ടുള്ളൊരു വാല്യുബിൾ ഇൻഫർമേഷനാണ് പെർമനൻറ്റ് ഫയൽ എന്ന് പറയുന്നത്. ഓരോ ഇയറിലും നമ്മുടെ ക്ലയൻറ്റിൻ്റെ കയ്യിലുണ്ടാകുന്ന ഫയലിനെയാണ് പെർമനൻറ്റ് ഫയൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആനുവൽ ഫയൽ ഓർ കറൻറ്റ് ഫയൽ. കറൻറ്റ് ഫയൽ കണ്ടെയ്ൻസ് ദ ഡീറ്റെയിൽസ് ഓഫ് കറൻറ്റ് ഇയേഴ്സ് ഓഡിറ്റ് പ്രോഗ്രാം. ഇപ്പോൾ ഈ ഒരു വർഷം നമ്മൾ ഓഡിറ്റ് നടത്തുന്നുണ്ടെങ്കിൽ അതാണ് കറൻറ്റ് ഫയൽ. ആ ഒരു ഫയലാണ് കറൻറ്റ് ഫയൽ. അതിൽ ട്രയൽ ബാലൻസ് ഉണ്ടാവാം, ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സിൻ്റെ ഷെഡ്യൂള്, അതുപോലെ തന്നെ ബാങ്കുമായിട്ടുള്ള കറസ്പോണ്ടൻസ്, സ്റ്റോക്ക് ഷീറ്റുകൾ, അതുപോലെ തന്നെ വൗച്ചേഴ്സിൻ്റെ ലിസ്റ്റുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും ഇതിൽ കറൻറ്റ് ഫയൽ. അപ്പോൾ ഓഡിറ്റ് പേപ്പേഴ്സ് രണ്ട് രീതിയിലാണ്, ഒന്ന് പെർമനൻറ്റ് ഫയലും രണ്ട് ആനുവൽ ഓർ കറൻറ്റ് ഫയലും. ഈ നെക്സ്റ്റ് പറയുന്ന ടോപ്പിക്കാണ് ഓണർഷിപ്പ് ഓഫ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്. എന്താണ് ഈ ഓണർഷിപ്പ് ഓഫ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? ദ വർക്കിംഗ് പേപ്പേഴ്സ് പ്രിപ്പയർഡ് ബൈ ആൻ ഓഡിറ്റർ ആർ ദ പ്രോപ്പർട്ടി ഓഫ് ദ ഓഡിറ്റർ. ഒരു ഓഡിറ്റർ വർക്കിംഗ് പേപ്പേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അത് ഓഡിറ്ററിന് എന്താണ് ഒരു പ്രോപ്പർട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അത് ഹൈലി വാല്യുബിൾ ആണ്, അതുപോലെ കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. സീക്രട്ട്, ഓഡിറ്ററിൻ്റെ ഒരു സീക്രട്ട് ഫയലാണ് എന്ത് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഓണർഷിപ്പ് ആർക്ക് തന്നെയാണ്? ബസ് കണ്ടെയ്ൻ ദ ഓഡിറ്റർ. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഡിറ്റ് വർക്ക്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഡിറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ദ സക്സസ് ഓഫ് ഓഡിറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കെയർഫുൾ അസൈൻമെൻറ്റ് ഓഫ് വർക്ക് അമോങ് ഇറ്റ്സ് സ്റ്റാഫ് ആൻഡ് ദ ടീം കൺസിസ്റ്റ് ഓഫ് സീനിയർ, ജൂനിയർ, എക്സെട്ര and the assigns the works of audit among senior junior staffs. നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഡിറ്റ് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഓഡിറ്റ് ആക്ടിവിറ്റീസിൽ ഉണ്ടാകുന്ന ഡ്യൂട്ടീസ്, അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസൊക്കെ നമ്മൾ നിലവിലുള്ള സ്റ്റാഫിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അത് സീനിയർ സ്റ്റാഫിനും ജൂനിയർ സ്റ്റാഫിനും. ഇനി സീനിയർ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഈസ് എ വെൽ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ആയിരിക്കണം. യാസ് വാല്യുവേഷൻ ഓഫ് വെരിഫിക്കേഷൻ, വാല്യുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് and checking to method for providing depreciation and verifying the cash balance, etc. ഇതൊക്കെ നമ്മുടെ സീനിയർ സ്റ്റാഫിനുള്ള ഡ്യൂട്ടീസാണ്. അതുപോലെ തന്നെ ജൂനിയർ ക്ലർക്കിനുള്ള ഡ്യൂട്ടീസ് എന്ന് പറയുന്നതാണ് ഫ്രണ്ട് ലൈൻ വർക്കുകൾ, അതുപോലെ ലെഡ്ജർ ബാലൻസുകൾ, അതുപോലെ വൗച്ചിങ്, ടാലിങ് ദ ഫിഗേഴ്സ്, എക്സെട്ര. അപ്പോൾ ഓരോ ഓഡിറ്റിങ് നടത്തുന്നതിനും അതിൻ്റെ ബിഹൈൻഡിൽ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു സീനിയർ സ്റ്റാഫും ഒരു ജൂനിയർ സ്റ്റാഫും ഉണ്ടായിരിക്കും. The next, audit program. What do you mean by audit program? അപ്പോൾ നമ്മൾ ഇത്ര നേരം കണ്ടത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് ഫയലായിരുന്നു. ഇൻ നെക്സ്റ്റ് ഓഡിറ്റ് പ്രോഗ്രാം. ഓഡിറ്റ് പ്രോഗ്രാം ഈസ് എ റിട്ടൺ ആൻഡ് പ്രീ ഡിറ്റർമിൻഡ് പ്ലാൻ ഓഫ് ആക്ഷൻ ഫോർ കണ്ടക്ടിങ് ആൻ ഓഡിറ്റ്. ഒരു ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നേ പ്രീ ഡിറ്റർമിനായിട്ട് പ്ലാൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തുദ്ദേശിക്കുന്നത്? ഓഡിറ്റ് പ്രോഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു ഡെഫിനിഷനാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ റിട്ടൺ ആൻഡ് പ്രീ ഡിറ്റർമിൻഡ് പ്ലാൻ ഓഫ് ആക്ഷൻ ഫോർ കണ്ടക്ടിങ് ഓഡിറ്റ്. ഒരു ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുൻകൂട്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ള ഒരു പ്രീ ഡിറ്റർമിൻ ആയിട്ടുള്ള പ്ലാനാണ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. എത്ര രീതിയിൽ ഓഡിറ്റ് പ്ലാനുകളുണ്ട്? ടൈപ്സ് ഓഫ് ഓഡിറ്റ് പ്ലാൻ അല്ല, ഓഡിറ്റ് പ്രോഗ്രാം. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം? പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് വരുന്നത്. ഒന്ന് ഫിക്സഡ് ഓഡിറ്റ് പ്രോഗ്രാം ഓർ പ്രീ ഡിറ്റർമിൻ ഓർ പ്ലാൻ ഓർ ടൈലർ മെയ്ഡ്. ഫിക്സഡ് ഓഡിറ്റ് പ്രോഗ്രാം ഓർ പ്രീ ഡിറ്റർമിൻ ഓർ പ്ലാൻ ഓർ ടൈലർ മെയ്ഡ്. ദ നെക്സ്റ്റ് പറയുന്നു ഫ്ലെക്സിബിൾ ഓഡിറ്റ് പ്രോഗ്രാംസ് ഓർ സ്കെൽറ്റഡ്
or progressive audit program. Flexible, skeleton, progressive. അങ്ങനെ 3 രീതിയിൽ അത് ഫ്ലെക്സിബിൾ ഓഡിറ്റിനെ പറയുന്നുണ്ട്. ഇനി എന്താണ് ഫിക്സഡ് ഓഡിറ്റ് പ്രോഗ്രാം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രോഗ്രാമർ അല്ല, പ്രോഗ്രാം. ഫിക്സഡ് ഓഡിറ്റ് പ്രോഗ്രാം. ഇറ്റ് ഈസ് എ പ്രീ പ്ലാൻ ആൻഡ് ഡീറ്റെയിൽഡ് പ്രോഗ്രാം ഓഫ് ഓഡിറ്റ് ആൻഡ് ഇറ്റ് ടെസ്റ്റ് ഓൾ പ്രൊസീഡിങ്സ് ആർ ഇൻക്ലൂഡഡ് ഈവൻ ദോ all of them may not be necessary in all type of audit engagements. It is prepared in advance in such a way to audit engagement. നമുക്ക് ഫിക്സഡ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ മുൻകൂട്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ടൈലർ മെയ്ഡാണ്. അതായത് ആ ഒരു വിത്തിൻ ദ ലിമിറ്റിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ നടത്തുന്ന പ്രോഗ്രാമാണ് ഫിക്സഡ് ഓഡിറ്റ് പ്രോഗ്രാം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഫ്ലെക്സിബിൾ, പേരിൽ തന്നെ ഇരിക്കുന്നത് ഫ്ലെക്സിബിൾ മീൻസ് ഇറ്റ്സ് മോർ ഫ്ലെക്സിബിൾ ദാൻ ഫിക്സഡ് ഓഡിറ്റ്. It is drawn according to the nature, scope, character and limitation of the audit engagements in hand. നമ്മുടെ കയ്യിലുണ്ടാകുന്ന എൻഗേജ്മെൻറ്റ്സും അതുപോലെ നമ്മുടെ അതായത് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്സ് എങ്ങനെ നടത്തണം, അതിൻ്റെ സ്കോപ്പ്, ക്യാരക്ടർ, ലിമിറ്റേഷൻ അതൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ ഓഡിറ്റ് നടത്താൻ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ എന്തായിരിക്കും, ഫ്ലെക്സിബിൾ ആയിരിക്കും. These procedures are included as and when information as regarded the internal control and its effectiveness in ensuring the adequacy is gathered. ഇപ്പോൾ ഇതിൽ നമ്മൾ പ്രോപ്പറായിട്ട് ആഡിക്വസി വെച്ചിട്ട് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ അതിൻ്റെ എഫക്റ്റീവ്നെസ് ഒക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്രയാണ് ഫ്ലെക്സിബിൾ ഓഡിറ്റ് പ്രോഗ്രാമിൽ പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഓർ ഒബ്ജക്റ്റീവ്സ്. ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ അഡ്വാൻറ്റേജസ് ഓർ ഒബ്ജക്റ്റീവ്സ്. എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഓഡിറ്റ് പ്രോഗ്രാമിനുള്ളത്? ഇറ്റ് ഡിഫൈൻസ് ഡ്യൂട്ടീസ് ഓഫ് ക്ലർക്സ് ക്ലിയർലി. ഒരു ഓഡിറ്റ് പ്രോഗ്രാമിലൂടെ ഓരോ ഓഡിറ്ററുടെയും ഡ്യൂട്ടി നമുക്ക് ക്ലിയർ ആയിട്ട് അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോ ദ വോളിയൂം ഓഫ് വർക്ക് ഡൺ ഏർലിയർ. മുന്നേ എത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മുൻകൂട്ടി എത്ര ചെയ്തിട്ടുണ്ട്, വർക്ക് ഡൺ ഏർലിയർ ആണ്, മുൻകൂട്ടി എത്ര ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ്, ഇറ്റ് ഫിക്സ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഓഡിറ്റ് സ്റ്റാഫ്. ഒരു ഓഡിറ്റ് സ്റ്റാഫിൻ്റെ റെസ്പോൺസിബിലിറ്റി നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ഓഡിറ്റ് സ്റ്റാഫിൻ്റെ റെസ്പോൺസിബിലിറ്റി കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ഡിഫൻസ് ദ ഓഡിറ്റർ. ഓഡിറ്ററെ ഡിഫെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കേസുകളൊക്കെ കൊടുക്കേണ്ടി വരുമ്പോൾ നമുക്കൊരു എവിഡൻസ് ആയിട്ട് നമുക്ക് ഇത് തെളിയിക്കാനായിട്ട് സാധിക്കും. ആൻഡ് ഇറ്റ് ഹാസ് സെർവ് ആസ് എ ഗൈഡ് ഫോർ ഓഡിറ്റ് ഇൻ ഫ്യൂച്ചർ. അല്ലേ, ഒരു ഫ്യൂച്ചറിൽ നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഓഡിറ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഗൈഡായിട്ടും നമുക്ക് നമുക്ക് എവിഡൻസ് ആയിട്ട് കൊണ്ടുപോകാം, ഓഡിറ്റ് പ്രോഗ്രാമിനെ കണക്കാക്കാം. ആൻഡ് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു ദ ന്യൂ ഓഡിറ്റ് സ്റ്റാഫ്. യെസ്, അല്ലേ, പുതിയതായിട്ട് വരുന്ന ഏതെങ്കിലും ഓഡിറ്റ് സ്റ്റാഫുകളാണെങ്കിൽ അവർക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ് ഈ ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ബ്രിങ്സ് യൂണിഫോമിറ്റി ഇൻ ഓഡിറ്റിംഗ്. ഇപ്പോൾ ഒരാൾ ചെയ്തു വെച്ച ഈ ഓഡിറ്റ് പ്രോഗ്രാം വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു യൂണിഫോമിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ടൈംലി കംപ്ലീഷൻ ഓഫ് ഓഡിറ്റ്. നമുക്ക് ആ പ്രോപ്പർ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യാം. എഫക്റ്റീവ് കൺട്രോൾ ഓവർ ഓഡിറ്റ് സ്റ്റാഫിൻ്റെ ഇടയിൽ പ്രോപ്പറായിട്ടുള്ള ഒരു എഫക്റ്റീവ് കൺട്രോൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഓഡിറ്റിംഗ് പ്രോഗ്രാമിന് സാധിക്കുന്നുണ്ട്. ദെൻ ടു അസസ് ദ കോസ്റ്റ് ഓഫ് ഓഡിറ്റ്. എത്രത്തോളം കോസ്റ്റ് ഓഡിറ്റിങ്ങിൽ വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അസസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദ അഡ്വാൻറ്റേജസ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഡിഫൈൻസ് ഡ്യൂട്ടീസ് ഓഫ് ക്ലർക്ക് ക്ലിയർലി ആൻഡ് ടു നോ ദ വോളിയൂം ഓഫ് വർക്ക് ഡൺ ഏർലിയർ. An audit program fixes responsibility of audit staff, and next it defends the auditor. It serves as a guide for audit in nature, and it is helpful to the new audit staff, and it brings uniformity in auditing and timely completion of audit, effective control over audit staff, and to assess the cost of audit. ഇത്രയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഏതൊരു കാര്യം എടുത്തു കഴിഞ്ഞാലും അതിന് അഡ്വാൻറ്റേജസ് ഉണ്ട്, അതുപോലെ തന്നെ അതിന് പല രീതിയിലുള്ള ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഫസ്റ്റ് വൺ, ഇറ്റ് മേക്സ് ഓഡിറ്റ് വർക്ക് മെക്കാനിക്കൽ ആൻഡ് സ്റ്റീരിയോടൈപ്പ്. നമ്മൾ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴല്ലാതെ എന്തായിരിക്കും, ഒരു മെക്കാനിക്കൽ അല്ലെങ്കിൽ ഒരു പ്രീ പ്ലാൻ സ്റ്റീരിയോടൈപ്പ് ആയിരിക്കും. മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള എങ്ങനെയെന്നുള്ള ഒരു സ്റ്റെപ്പായിട്ട് തന്നെ പോകുന്നുണ്ടാവുള്ളൂ. അതിലൊരു ഒരു ഡീവിയേഷൻസ് ഉണ്ടാവില്ല. ഔട്ട് ഓഫ് ഡാറ്റ ആൻഡ് യൂസ്ലെസ്. അപ്പോൾ ചില കേസുകളിൽ നമ്മൾ റിവിഷനൊന്നും നടത്തുന്നില്ല, നമ്മൾ അപ് ടു ഡേറ്റ് ആവുന്നില്ലെങ്കിൽ ഡാറ്റാസ് എന്തായിരിക്കും, ഔട്ട് ഓഫ് ഡേറ്റ് ആയിരിക്കും.
നോ ചാൻസ് ടു യൂസ് ഇൻ്റലിജൻസ്. നമ്മളൊരു സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മളുടേതായ രീതിയിലുള്ള പല പല ഇൻ്റലിജൻസ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കാതെ വരും. അൺഎബിൾ ടു കവർ ഓൾ ദ പോയിൻറ്റ്, എല്ലാ പോയിൻറ്റുകളും കവർ ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചോളണമെന്ന് നിർബന്ധമില്ല. നോ സൂട്ടബിൾ ടു ഓൾ ടൈപ്സ് ഓഫ് ഫോംസ്, എല്ലാ ഫോമുകൾക്കും ഇത് ഒരുപോലെ ബാധകമല്ല. ഹറി ഇൻ കംപ്ലീഷൻ ഓഫ് ഓഡിറ്റ് ആസ് പെർ പ്രോഗ്രാം അനുസരിച്ച് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് തീർക്കാനുള്ള ഒരു ടെൻഡൻസി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? ഇറ്റ് മേക്സ് ഓഡിറ്റ് വർക്ക് മെക്കാനിക്കൽ ആൻഡ് സ്റ്റീരിയോടൈപ്പ് ആൻഡ് ഔട്ട് ഓഫ് ഡാറ്റ ആൻഡ് യൂസ്ഫുൾ. നോ ചാൻസ് ടു യൂസ് ഇൻ്റലിജൻസ്, അൺഎബിൾ ടു കവർ ഓൾ ദി ഡാറ്റ അല്ലെങ്കിൽ ഓൾ ദി പോയിൻറ്റ്, ആൻഡ് നോട്ട് സ്യൂട്ടബിൾ ടു ഓൾ ടൈപ്സ് ഓഫ് ഫോം. ഹറി ഇൻ കംപ്ലീഷൻ ഓഫ് ഓഡിറ്റ് ആസ് പെർ പ്രോഗ്രാം. ഇത്രയാണ് അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ഇനി ആ ഒരു ടോപ്പിക്കിൽ വരുന്നതാണ് എലിമിനേഷൻ ഓഫ് ഡ്രോബാക്സ്. എങ്ങനെ നമുക്ക് ഈ ഡ്രോബാക്സുകൾ എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓഡിറ്റ് പ്രോഗ്രാമാണ് പഠിച്ചത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി നമുക്ക് ഒരുപാട് ഡ്രോബാക്സ് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. ഈ ഡ്രോബാക്സ് നമുക്ക് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം? ദാറ്റ് ഈസ് എലിമിനേഷൻ ഓഫ് ഡ്രോബാക്സ്. നമ്മൾ ഈ ഒരു ഓഡിറ്റ് പ്രോഗ്രാമിന് അസോസിയേറ്റ് ആയിട്ട് കുറച്ച് ഡ്രോബാക്സുകളുണ്ട്. അതെങ്ങനെ? ഫസ്റ്റ് വൺ പറയുന്നത് ദ ഓഡിറ്റ് പ്രോഗ്രാം മസ്റ്റ് ബി റിവൈസ്ഡ് ആൻഡ് മെയ്ഡ് അപ് ടു ഡേറ്റ് ആൻഡ് മോഡിഫൈഡ് ഫ്രം ടൈം ടു ടൈം. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്റ്റീരിയോ ടൈപ്പാന്ന് പറഞ്ഞാൽ സ്റ്റീരിയോ ടൈപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റിവൈസ്ഡ് ആൻഡ് മെയ്ഡ് അപ് ടു ഡേറ്റ്, റിവൈസ് ചെയ്യുക, അതുപോലെ തന്നെ അപ് ടു ഡേറ്റ് ചെയ്യുക, മോഡിഫൈഡ് ചെയ്യുക. ടൈം ടു ടൈമിൽ മോഡിഫൈ ചെയ്യുമ്പോൾ നമുക്കത് റിവൈസ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, the audit clerk should be given encouragement to use his intelligence in the work. അതിൽ ഓഡിറ്റ് സ്റ്റാഫിനെ എൻകറേജ് ചെയ്യുക, ഇൻ്റലിജൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എൻകറേജ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ദ ഓഡിറ്റ് സ്റ്റാഫ് മസ്റ്റ് ബി അലൗഡ് ടു ഗോ ബിയോണ്ട് ദ പ്രോഗ്രാം. ദ ഓഡിറ്റ് സ്റ്റാഫ് ഈസ് അലൗഡ് ടു മേക്ക് സർപ്രൈസ് വിസിറ്റ് ഔട്ട്സൈഡ് ദ ഓഡിറ്റ് പ്രോഗ്രാം. ഈ ഓഡിറ്റ് പ്രോഗ്രാമിന് പുറമെ ഒരു സർപ്രൈസ് വിസിറ്റൊക്കെ കൊടുക്കുമ്പോൾ അവരൊന്നും കൂടി പ്രോപ്പറായിട്ട് ചെയ്യാൻ ശ്രമിക്കും. Then it should be revised in the light of past experience and be modified. പാസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതെല്ലാം റിവൈസ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുവരാം. ആൻഡ് ഫ്ലെക്സിബിൾ ആൻഡ് ഹ്യൂമൻ ടച്ച് ഓഡിറ്റ് പ്രോഗ്രാം മേ ബി ഡ്രോൺ. ഫ്ലെക്സിബിളും അതുപോലെ തന്നെ ഹ്യൂമൻ ടച്ചും ഉള്ള ഓഡിറ്റ് പ്രോഗ്രാമുകളായിരിക്കണം നമ്മൾ കൊണ്ടുവരേണ്ടത്. കാരണം നമുക്ക് കൂടുതൽ സ്റ്റാഫുകളുമായി റിലേറ്റഡ് ആണ്. നമുക്ക് അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ആയിരിക്കണം. സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്ലെക്സിബിലിറ്റി നമ്മൾ എന്തിൽ കൊണ്ടുവരണം? നമ്മൾ ഓഡിറ്റ് പ്രോഗ്രാമിൽ കൊണ്ടുവരണം. അപ്പോൾ ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള ഡ്രോബാക്സുകളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ അതൊരു നല്ല ഓഡിറ്റ് പ്രോഗ്രാം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിന്ന് കണ്ടത്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് പേപ്പേഴ്സാണ്. പെർമനൻറ്റ് ഫയലുണ്ട്, ആനുവൽ ഓർ കറണ്ട് ഫയലുണ്ട്. പിന്നെ അതിൻ്റെ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു അല്ലേ? ഓഡിറ്റ് അത് അതിൻ്റെ പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞു. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഡിറ്റ് വർക്ക് പറഞ്ഞു. ഓഡിറ്റ് വർക്ക് നമ്മൾ സ്റ്റാഫിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ദെൻ ഒരു പ്രീഡിറ്റർമിൻ റിട്ടേൺ ഡോക്യുമെൻറ്റിനെയാണ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് പറഞ്ഞു. ഫിക്സഡ് ഓഡിറ്റ് പ്രോഗ്രാം, ഫ്ലെക്സിബിൾ ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, എലിമിനേഷൻ ഓഫ് ഡ്രോബാക്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഓഡിറ്റിങ്ങിൽ പറയാനുള്ളത്. ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിച്ച് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.